ഹായ് ഇറ്റ്സ് മീ ആതിര വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സ്റ്റേ പോസിറ്റീവ് വിത്ത് നെഗറ്റീവ് പീപ്പിൾ. നെഗറ്റീവ് പീപ്പിൾസിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് എങ്ങനെ നിൽക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അനുഭവങ്ങൾ കൂടിയാണ്. അപ്പം ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് വിചാരിക്കുക, അപ്പോൾ അതിന് തന്നെ പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും, നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും. അപ്പം നമ്മളെ നെഗറ്റീവ് ആരും പറയരുത്, നമ്മളെ പോസിറ്റീവ് തന്നെ എല്ലാവരും പറയണം, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് തന്നെ കിട്ടണം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകില്ല. നമുക്ക് ഒരാളെ ചിന്താഗതിയോ ഒരാളുടെ പറയുന്ന വാക്കുകളെയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെയോ ഒന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ മാറ്റാൻ ശ്രമിക്കുക. ചേഞ്ച് യുവർ സെൽഫ്. നമ്മൾ നമ്മളുടെ സെൽഫിനെ ചേഞ്ച് ചെയ്യുക. നമ്മളുടെ കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾക്ക് എന്താണോ ഗോൾ, നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ആയി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും, പോസിറ്റീവും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ എടുക്കുക, നെഗറ്റീവ് ആയിട്ടുള്ളവരെ നമ്മൾ തള്ളിക്കളയുക. അതിനെ നമ്മൾ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല, അവരെ തിരുത്താൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് അവിടെ നമ്മളുടെ എനർജിയാണ് ലോസ് ആവുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ആൾക്കാരുണ്ട്, എന്താ പറയുക, ഞാൻ എന്ത് ചെയ്യുന്നു അതിനൊക്കെ എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം, അങ്ങനെ അവരെ അപ്രിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി ചെയ്യുകയുള്ളൂ. അങ്ങനെ ചിന്താഗതി വെക്കുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും നിങ്ങൾ അപ്രിസിയേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണോ, അത് ചെയ്യുന്നത് മോശമാണോ, അത് ജനങ്ങൾക്ക് മോശമായി തോന്നുമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലതായി തോന്നുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്താണോ ശരിയായി തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നതെന്ന് ബോധർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ചിന്താഗതി, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ ഫോക്കസ്ഡ് ആവുക, അതിൽ ബോധറാവുക. അതിന് നിങ്ങൾ അതായത് നിങ്ങളുടെ ബെറ്റർ വേർഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് ആവുന്നത് വരെ, അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ബോധർ ചെയ്യാതെ നിങ്ങൾ സക്സസ് ആവുന്നത് വരെ അതിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, ഡു ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് ചിലർ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അത് തലയിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് അത് തന്നെ ആലോചിച്ചുകൊണ്ട് സ്വന്തം എനർജി ലോസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരാൾക്കാർ, അത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലംസിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് നിൽക്കേണ്ടത്. നമ്മൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടോ അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. സൊല്യൂഷൻ കണ്ടെത്തി അതിനെ നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്, ഇത്രയും ടെൻഷനുള്ള പണിക്ക് നിങ്ങൾ നിൽക്കണമെന്ന് വയ്ക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു കാര്യമല്ല. ഏതൊരു വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ടെൻഷൻ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലംസിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ പ്രോബ്ലംസ് തലയിൽ കയറ്റി വെച്ചിട്ട് അയ്യോ ഇതെന്താവും, എങ്ങനെയാവും, ഈ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, നമ്മളുടെ ടൈമും നമ്മളുടെ ആ എനർജിയാണ് ലോസ് ആവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ പ്രോബ്ലംസിനെ നമ്മൾ കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻസ്, അതിനെ ഫേസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മളെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് കൈവരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ അടുത്തേക്ക് ഹാപ്പിനെസ് വരില്ല. നമ്മൾ ഹാപ്പിനെസ്സിനെ തേടി പോവുകയാണ് ചെയ്യേണ്ടത്. നമ്മളാണ് ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്. നമ്മളുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തുക. ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഹാപ്പിനെസ് ഉള്ള ഒരാൾ വേറെ എവിടെയും ഉണ്ടാവില്ല. പ്രോബ്ലംസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മയുണ്ട്. വേറെ ഒന്നല്ല, ഇപ്പം നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും ഇപ്പം ഒരു മഴ പെയ്യാണ്, അപ്പോൾ അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ആൾക്കാർക്ക് പ്രോബ്ലംസ് ആണ്. അതുപോലെ വെയിലടിച്ചാലോ, ഇതിപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഫുള്ള് പൊരി വെയിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനും പ്രോബ്ലംസ് ആണ്. മഴയോ വെയിലോ ഒന്നും ഇല്ലെങ്കിൽ അതിനും പ്രോബ്ലംസ് ആണ് ആൾക്കാർ. എല്ലാവരും ടെൻഷൻ അടിക്കുക, പ്രോബ്ലംസ് കണ്ടെത്തുക തന്നെ പണിയുള്ളൂ. അപ്പം ആരും ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കുന്നില്ല. എല്ലാത്തിനും പ്രോബ്ലം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ സന്തോഷമായിരിക്കുന്നുണ്ടോ നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കാര്യം നോക്കുക. പിന്നെ ഇപ്പം ഈ പറയുന്ന എനിക്കും ഉണ്ടാവും ഇഷ്ടം പോലെ പ്രോബ്ലംസ് ലൈഫിൽ. അതുപോലെ നിങ്ങൾക്കും നിങ്ങളേതായ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതാണ് കാര്യം. നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു അതിനൊക്കെ നമ്മൾ ലൈഫിൽ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം. അതിലൂടെയാണ് നമുക്ക് ഹാപ്പിനെസ് ആണെങ്കിലും അൺഹാപ്പിനെസ് ആണെങ്കിലും വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി സ്വയം എടുക്കുക.
ഓക്കെ. മറ്റുള്ളവർ എന്ത് ബാഡ് കമന്റ് ചെയ്യുന്നു, എന്താണ് നെഗറ്റീവായിട്ട് അടിക്കുന്നത്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലരുണ്ട്, ഇപ്പോൾ ഓരോരുത്തർ നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് അതിങ്ങനെ തിരുത്താൻ പോയിക്കൊണ്ടിരിക്കും. അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാനും കുറേ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര തെറ്റായിട്ടാണ് പറഞ്ഞതെങ്കിൽ അവർ അത് തന്നെ സമർത്ഥിച്ചു കൊണ്ടേയിരിക്കും. സോ നമുക്ക് അവരെ ആരെയും റെഡിയാക്കാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും നെഗറ്റീവിനെ റിയാക്ട് ചെയ്യാതിരിക്കുക. മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കണ്ട, അങ്ങനെ അങ്ങ് വിട്ടേക്കുക. അത് അവരുടെ നേച്ചറാണ്. എവിടെ നോക്കുകയാണെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നവർ എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ നമ്മളിൽ ഫോക്കസ് ചെയ്യുക, നമ്മളുടെ ഉയർച്ചയെ ഫോക്കസ് ചെയ്യുക, നമ്മൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസിനെ ഫോക്കസ് ചെയ്യുക. മുന്നോട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോസിറ്റീവായിട്ട് ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത്, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ്, നെഗറ്റീവ് ഒന്നും കാണാൻ പോകുന്നില്ല. നെഗറ്റീവ് എനർജീസ് നമ്മളെ ഇമ്പാക്ട് ചെയ്യാൻ പോണില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ടാവും ബാഡായിട്ടൊക്കെ, അതിന് റിയാക്ട് ചെയ്യാൻ പോകണ്ട, അവിടെ അടിച്ചുകൊണ്ടിരുന്നോട്ടെ എന്ന് വിചാരിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം എന്താണ്, നമുക്ക് നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ഇത് എന്താ പറയുക, പെട്ടെന്ന് അതിനോടേക്ക് അടുത്തോണ്ടിരിക്കും. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ എത്തുന്നത് വരെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ്, ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സർവ്വസാധാരണയാണ്. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കാം. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെ സക്സസ്സിലേക്ക് നിങ്ങൾ എയിം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സക്സസ്സിൽ എത്തുന്നത് വരെ നിങ്ങൾ പേഷ്യൻ്റായി, നിങ്ങൾ എന്താ പറയുക, ഫോക്കസ്ഡ് ആയി, കൺസിസ്റ്റൻ്റ് ആയി അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഏതൊരു കാര്യമാണെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്, ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്തുകൊണ്ട്, ഡെയിലി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യുള്ളൂ. എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക. നമ്മൾ പോസിറ്റീവാണ് തിങ്ക് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവാണ് അട്രാക്ട് ചെയ്യുക. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് സോളായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വാക്കുകൾ പറയുമ്പോഴും പോസിറ്റീവായിട്ട് പറയുക. അപ്പം നമ്മൾ ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് എടുക്കുക. അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും, നമ്മളിപ്പോൾ നെഗറ്റീവായിട്ട് കേൾക്കുന്ന കാര്യമാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനൊരു കാര്യം പറയുന്നത്, അപ്പോൾ അത് ഞാൻ എന്താണ്, അതല്ല എന്നുള്ളത് നമ്മൾ പറയല്ല വേണ്ടത്, നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോഴെന്താണ്, അതിൽ നമ്മൾ വിജയിക്കും. അതിപ്പോൾ നമ്മൾ സക്സസ് ആയാലും അവർ പറയും, അവരങ്ങനെയൊന്നും അല്ല നേടിയത്, ഇങ്ങനെയാണ്, മറ്റേതാണ്, പറ്റിച്ചുകൊണ്ടാണ് ഒക്കെ പറയും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കർമ്മ നല്ലതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിലാണ്, നല്ലതാണെങ്കിൽ ദൈവം നമ്മളെ നല്ലതിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. നമ്മളെ കർമ്മം മോശമാണെങ്കിൽ നമുക്കതിനുള്ള പണി നമ്മളുടെ ദൈവം തന്നെ ഈ ഒരു ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കത് തന്നിരിക്കും. അപ്പം ദൈവം നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ നല്ലതിലേക്ക് തന്നെ എത്തിക്കും. മോശമാണ് ചെയ്യുന്നതെങ്കിലോ നമുക്കത് തിരിച്ച് കിട്ടിയിരിക്കും. സോ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മൾ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ ചെയ്യുന്നതെന്നോ ഒന്നും നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട. നമുക്ക് ദൈവത്തിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. അപ്പോൾ ദൈവം എല്ലാം കാണുന്നുണ്ട്. മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരും ഇവിടെ പെർഫെക്റ്റ് അല്ല, ഒരാൾ പോലും ഇവിടെ പെർഫെക്റ്റ് അല്ല. ദൈവം മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. സോ ബി ഫോക്കസ്ഡ്. നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക, ബി പോസിറ്റീവ് ആയിരിക്കുക. അതുപോലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. ഓക്കെ, ബൈ.